Please, I kindly request. ഹലോ നമസ്കാരം. മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ്. സലാർ ടൈറ്റിൽ ആനിമേഷൻ ഞെട്ടിയോ? ഇല്ലേ? സലാർ ടൈറ്റിൽ ആനിമേഷനാണ് ഞാൻ ചെയ്യാൻ പോണത്. എക്സാക്റ്റ് ആ സലാർ ടൈറ്റിൽ ആനിമേഷൻ അതേപടി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ അവരെന്ത് സോഫ്റ്റ്വെയറിലാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ എലമെൻറ്റ് 3D ഒക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്നോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അർപ്പിതേട്ടാ ലിയോ ടൈറ്റിൽ ആനിമേഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിക്കാറുണ്ട്. ലിയോ ടൈറ്റിൽ ആനിമേഷൻ ഞാൻ ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് ചെയ്യാൻ. അത് ഡീറ്റെയിൽ അതേപടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, ലാസ്റ്റ് ആ ഒരു ചോക്ലേറ്റിന് ഇങ്ങനെ തൊലി പൊളിച്ച പോലെ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അത് ഞാൻ തള്ളുകയല്ല, ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രോസസ്സായിരിക്കും. ഒരു 3 മണിക്കൂറിൻ്റെ ട്യൂട്ടോറിയൽ മിനിമം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 മണിക്കൂർ നിങ്ങൾ ചെയ്തോളൂ, കാണാൻ ഞങ്ങളുണ്ടാവും. നിങ്ങൾ കാണാനൊന്നുമില്ല, വെറുതെ പറയാം. ഇപ്പോൾ പഴയ പോലൊന്നും അല്ല, ആരും കാണണമെന്നില്ല. കാണാൻ ആൾക്കാർ കുറവായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എങ്ങനെ പോകണമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത്തരം ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യും കേട്ടോ, ഉറപ്പായിട്ട് ചെയ്യും. അപ്പോൾ ഒന്നൊന്നും കണ്ട് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് സലാർ ടൈറ്റിൽ ആനിമേഷൻ പൊളിക്കില്ല. നമുക്കറിയുന്ന രീതിയിലൊക്കെ ഒരു രീതിയിൽ എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, സലാർ ടൈറ്റിൽ ആനിമേഷൻ ഈ ഒരു സംഭവം തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. അതായത് ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താം. ഹിപ്പോ ഫോട്ടോ എ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടൊരു കിട്ടിലൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് AI എൻഹാൻസർ. അതായത് നമുക്ക് ചില ഫോട്ടോസ്, ചിലപ്പോൾ നിങ്ങൾ എടുത്ത ഫോട്ടോസ് കുറച്ച് ബ്ലറാണെന്ന് വിചാരിച്ചു, അങ്ങനത്തെ ബ്ലറായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി കൂട്ടി കിട്ടും. ജസ്റ്റ് ഇവിടെ ചൂസ് ഫയലിൽ നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മാറ്റം കാണാം. കണ്ടില്ലേ? പിന്നെ കാണുന്ന ഒരു ഓപ്ഷനാണ് AI ജനറേറ്റർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇങ്ങനത്തെ കുറേ ഇമേജുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെ കീവേഡ്സ് വേണ്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പിക്ചർ ഇത് കണ്ടോ, ഈ ഒരു സ്റ്റൈലിൽ മാറിയിട്ടുണ്ടാവും. കണ്ടില്ലേ? പല സ്റ്റൈലിൽ പല റെസൊല്യൂഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കാണുന്ന 3ാമത്തെ ഓപ്ഷനാണ് റിമൂവ് BG. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെപ്പറേറ്റ് ആക്കുന്ന ഇമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് കിട്ടി, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ്. ലാസ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഒബ്ജക്റ്റ് റിമൂവൽ. നിങ്ങളുടെ ഇമേജിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ആ ഭാഗം റിമൂവ് ചെയ്ത് കിട്ടും. കണ്ടില്ലേ? ഏതൊരാൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ആണ് ഹിപ്പോ ഫോട്ടോ AI. അപ്പോൾ എന്തായാലും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കയറാം അല്ലേ? യെസ്, തുടങ്ങില്ല നമുക്ക്. ഇതാ അപ്പോൾ ഇവിടെ ന്യൂ കോമ്പോസിഷൻ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ആഫ്റ്റർ എഫക്ട്സിൽ വന്നിട്ട് ന്യൂ കോമ്പോസിഷൻ സലാർ എന്ന് പേര് കൊടുക്കണു. ഒരു 1920, 1980, 24 ഫ്രെയിം പെർ സെക്കൻഡ്, 10 സെക്കൻഡ് കോമ്പോസിഷൻ, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതൊന്നും എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇതിലേക്ക് ഞാൻ ഇപ്പം നോർമൽ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഞാനിത് കുറച്ചും കൂടി ഡീറ്റെയിൽ വരുത്താൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, ഇപ്പം ഒരു ടെക്സ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് വരിക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വെറുതെ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് ഞാനിവിടെ വിഷ്ണു എന്ന് ടൈപ്പ് ചെയ്യാം. വിഷ്ണു ആകുമ്പോൾ അങ്ങനെ കുറേ വിഷ്ണുമാരുണ്ടാവും. ഏതെങ്കിലും വിഷ്ണുമാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കുക. അപ്പോൾ ഇങ്ങനൊരു വിഷ്ണു എന്നൊരു പേര് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷ്ണു Ctrl+Y അടിച്ച് പുതിയൊരു സോൾഡ് ആ വിഷ്ണുവിൻ്റെ മുകളിലിട്ടു. എന്നിട്ട് ഞാനിവിടെ എലമെൻറ്റ് 3D അറിയാമല്ലോ, എലമെൻറ്റ് 3Dയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിനകത്ത് എലമെൻറ്റ് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എലമെൻറ്റ് 3D ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷ്ണു എന്നുള്ള പേര് എനിക്കൊരു 3D പ്രൊജക്ഷനിലൂടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ കസ്റ്റം ലെയേഴ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം ടെക്സ്റ്റ് ആൻഡ് മാസ്ക്, അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാത്ത് ലെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ട ഈ 1 മാറ്റിയിട്ട് നമ്മൾ ഒന്നാമത്തത് 2 മാറ്റിയിട്ട് വിഷ്ണു കൊടുക്കുക. ആ വിഷ്ണു കൊടുത്തു. ഓക്കെ, ഇനി ഈ വിഷ്ണുവിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഈ വിഷ്ണുവിനെ തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ നേരെ മുകളിൽ സീൻ സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എക്സ്ട്രൂഡില്ലേ അവിടെ കാണിച്ചു കൊടുത്ത് ഇവിടെ എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ വിഷ്ണു നമുക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് ആ പേര് അവിടെ വന്നു.
ഇതിന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. അതിന് ഞാൻ ഇപ്പോൾ ടെക്സ്റ്റർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഞാനൊരു സാമ്പിൾ സംഭവം കാണിക്കുകയാണ്. നേരെ ഇവിടെ ഗ്രൂപ്പ് 1 കയറി കഴിഞ്ഞാൽ, ഗ്രൂപ്പ് 1 ഇപ്പോൾ ഏതെങ്കിലും ഫസ്റ്റ് വരച്ചിട്ടുണ്ടാവുക, എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതൊക്കെ ഗ്രൂപ്പ് 1 കിടക്കുന്നുണ്ടാവുക. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾ ലുക്ക് കണ്ടോ, പാർട്ടിക്കിൾ ലുക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ മൾട്ടി ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മൾട്ടി ഒബ്ജക്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇനേബിൾ മൾട്ടി ഒബ്ജക്റ്റ്, ഇത് ഇനേബിൾ ചെയ്യാം. ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ XYZ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ റൊട്ടേഷൻ Y എന്ന് പറഞ്ഞ ഈ വാല്യൂ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് അതിനിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ ഇതിന് ടെക്സ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു സലാറിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലായി. പക്ഷേ അങ്ങനെയാണോ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഈ വിഷ്ണുവിന് പകരം ഞാനിവിടെ സലാർ എന്ന് പറഞ്ഞൊരു വേർഡാണ് കൊടുക്കണമെന്ന് വിചാരിച്ചോ, സലാർ. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 3D ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടൈറ്റിൽ ആനിമേഷൻ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഈ സാൽ എന്നുള്ള ഫസ്റ്റ് വേർഡ് ഇങ്ങോട്ടും മറ്റേ വേർഡ് തിരിച്ചിങ്ങോട്ടും, അതായത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ആവുന്നത്, പകുതി ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ആവുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വെട്ട് പോലെയൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്കൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ ഒരു കുഴി പോലെ ആയിപ്പോവും. ജസ്റ്റ് നിങ്ങളുടെ പേര് ഇങ്ങനെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള പോലെ, ഇപ്പോൾ വിഷ്ണു ചെയ്തിട്ടുള്ള പോലെ ചെയ്താൽ മതി കേട്ടോ. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാനത് ചെയ്യാൻ ഒന്ന് ശ്രമം നടത്തിയപ്പോൾ ഞാനത് 3ds Max വരെ പോകുന്നുണ്ട്. അതായത് 3ds Maxലാണ് ഞാൻ ഈ സലാർ എന്നുള്ള സാധനമൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പേടിക്കണ്ട, ഞാൻ ഈ ഒരു ഫയൽ, ഈ സലാർ എന്ന് എഴുതിയിട്ടുള്ള ഫയൽ ഞാനൊരു OBJ ഫയലായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇതന്നെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. എന്തായാലും ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കണ്ടില്ലേ, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സലാർന്ന് ഇവിടെ അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ഇവിടുത്തെ പെൻ ടൂൾ ഉപയോഗിച്ചൊന്ന് വരച്ചു. അതേപോലെ വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട്. കാരണം ഈ ഒക്കെ ഫോണ്ട് ഏതാ എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇനി കറക്റ്റ് ഇങ്ങനത്തെ ഫോണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒക്കെ ചെറിയൊരു കട്ട് അങ്ങനത്തെ ഒരു ഫോണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബെവൽ എന്ന് പറഞ്ഞൊരു മോഡിഫയർ കൊടുക്കും. ബെവൽ കൊടുക്കുമ്പോൾ ഇതിനെ കണ്ടോ ഇങ്ങനൊരു കട്ടിയിൽ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നതിന് പകരം ബെവൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ടിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല പിന്നെ വന്നിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതാ ഇവിടെ ഇങ്ങനെ വെട്ടിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾ ആ ഒരു ടൈൽ ആനിമേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ വെട്ടുകൾ കാണാം. അതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഇപ്പുറത്ത് നോക്കി ഇങ്ങനെ കുറേ ഷേപ്പുകൾ വരച്ചു. നമുക്ക് ഇങ്ങനെ കട്ടിങ്ങുള്ള ഷേപ്പുകൾ വരച്ചിട്ട് അതിൻ്റെ ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സലാറിൻ്റെ ഒറിജിനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഒരു വെട്ട്, ഇവിടെ ഒരു വെട്ട്, ആറിൻ്റെ അവിടെ ഒരു വെട്ട്, എസിൻ്റെ ഇവിടെ ഒരു വെട്ട്, എയുടെ ഇവിടെ ഒരു, അങ്ങനെ കുറേ വെട്ടുകളുണ്ട്. എല്ലിൻ്റെ ഒക്കെ ഓരോ വെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെട്ടൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനൊരു വടി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ബൂളിയൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ബൂളിയൻ, ഞാൻ മാത്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വെറുതെ ഒന്ന് ഓടിച്ച് പറഞ്ഞോളൂ. ആ ബൂളിയൻ ഓപ്ഷൻ വഴി നമുക്ക് ഇതിനെ ഇവിടുന്ന് മുറിച്ച് കളഞ്ഞ രൂപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത്, കണ്ട. അപ്പോൾ ഈ എസിൽ നിന്ന് ഈ ഒരു കഷ്ണം മുറിഞ്ഞു പോയി, എയിൽ നിന്ന് ഈ ഒരു കഷ്ണം മുറിഞ്ഞു പോയി, അങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനെ ഓരോ സെപ്പറേറ്റ് അതിനെ കൺവേർട്ട് പോളിയാക്കുക, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ മാത്സ് ഇന്നേ വരെ പറയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് ലെറ്റേഴ്സ് ആക്കിയിട്ട് എല്ലാം കൂടെ കണക്ട് ചെയ്ത് സെഗ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിനെ ഞാൻ OBJ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്തു. അതിന് നമ്മൾ ഫയൽ എക്സ്പോർട്ട് OBJ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ OBJ ഫോർമാറ്റ് ഏതിൽ വർക്ക് ചെയ്യുള്ളൂ, നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ ആ സലാർ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെറുതെ എന്തെങ്കിലും പേരാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുക. നിങ്ങൾ ഈ സലാറിന് പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ഏകദേശം അതായിട്ട് മാച്ച് ചെയ്യുന്ന ഫോൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഫോണ്ടൊന്നും തപ്പി പോയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതേപോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഞാനിപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഈ ടെക്സ്റ്റൊക്കെ കളഞ്ഞിട്ട് പകരം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ സീൻ സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. എന്ത്, ഞാൻ ആ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു OBJ ഫോർമാറ്റ് ഇവിടെ ഇമ്പോർട്ടിൽ വരിക. ഇതാ ടൈറ്റിൽ സലാർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സലാർ എന്നുള്ള വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയൊക്കെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട്, നമുക്ക് ശരിയാക്കാം. ഒന്ന് സൂം ഔട്ട് ചെയ്യുക, സ്കെയിൽ ടൂൾ 6 അടിച്ച് കഴിഞ്ഞ് സ്കെയിൽ ടൂൾ വെച്ചിട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിന് എന്തൊക്കെയോ ആ ഒരു വെട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല.
അല്ലേ, കുറച്ച് സ്മൂത്ത് കയറണമുണ്ട് അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന് ചെറിയൊരു ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ജസ്റ്റ് ഇവിടെ പ്രീസെറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ എല്ലാവരുടെയും എലമെൻ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ വേറെ കുറേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കണില്ല. ഇവിടെ ഫിസിക്കലിൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സാധാരണ ഒരു ക്രോം മെറ്റീരിയൽ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നേരെ ആ സലാർ ടൈറ്റിൻ്റെ മുകളിൽ കിട്ടും. നേരത്തെ കാണിച്ചിട്ടുള്ള മറ്റേ ടൈറ്റിൽ ആനിമേഷൻ അത് നേരത്തെ വെറുതെ കാണിച്ചില്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണ്ട. ഇതാ ഇങ്ങനെ എടുത്ത് വലിച്ചിട്ടു. പക്ഷേ ഒരു വൃത്തിയില്ല അല്ലേ, എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിലേക്ക് ഇങ്ങനത്തെ ഒരു ക്രോം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുക, നമുക്ക് ആ ഒരു ടെക്സ്ചർ ഇവിടെ കാണാം, ക്രോം എന്ന് പറഞ്ഞ ടെക്സ്ചർ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്മൂത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ. ഫസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്മൂത്തിങ് 100 എന്നുള്ളത് 0 ആക്കുക. 0 ആക്കിയാൽ തന്നെ കണ്ടില്ലേ നമുക്ക് എന്തായി, ജസ്റ്റ് നേരത്തെ കാണിച്ചിട്ടുള്ള ആ കട്ടുകളൊക്കെ കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ സലാർ എന്നുള്ള ടൈറ്റിൽ ഇവിടെ വന്നു. ജസ്റ്റ് വേറൊരു രീതിയിലാണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് റൈറ്റിൽ കൊടുത്ത് ന്യൂവിൽ ഒരു ക്യാമറ വയ്ക്കുക, ക്യാമറ ഓക്കെ അടിച്ചിട്ട് നമുക്ക് ഇത്രയും സൈസിൽ നിൽക്കണ്ട, ഇവിടെ സേഫ് ഫ്രെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ടിട്ട് ഇവിടെ കണ്ടില്ലേ ഈ ഒരു ക്യാമറ ടൂൾ വെച്ചിട്ട് ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട്, കാരണം കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള പഠിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയാമല്ലോ അല്ലേ, കുഴപ്പമില്ലല്ലോ. ബോറടിക്കണ്ടെങ്കിൽ ആരോട് പറയണം, ബോറടിക്കണ്ടോ ഇല്ലല്ലോ. ഒന്ന് സൂം ഔട്ട് ചെയ്യുക കേട്ടോ ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്. എപ്പോഴും ഈ സേഫ് ഫ്രെയിമിനകത്താണ് ഇവിടെ ഇരുന്നോട്ടെ, ഈ ഒരു സേഫ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കിടന്നോട്ടെ. അപ്പോൾ സലാർന്ന് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് ഫ്രെയിം ഓഫാക്കിയിടാം. ഓക്കെ, തിരിച്ച് നമ്മുടെ ഇതിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എലമെൻറ്റ് എന്തെങ്കിലും പേര് കൊടുത്തു, നമ്മുടെ ടൈറ്റിൽ ഈ എലമെൻറ്റിനകത്ത് കിടക്കണം കേട്ടോ. ഓക്കെ, ഇതിന് സീൻ സെറ്റപ്പിൽ വന്നു. ഇതിൽ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ട ടെക്സ്ചറുകൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ഏകദേശം ആ ടെക്സ്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ കണ്ടില്ല, ഞാൻ ജസ്റ്റ് ആ ടെക്സ്ചറുകൾ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ആദ്യം ഒരു മെറ്റീരിയൽ കൊടുത്തു, അതിൻ്റെ മുകളിൽ കുറച്ച് വെട്ട് ഉള്ളൊരു മെറ്റീരിയലൊക്കെ കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് മോഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ, കൺഫ്യൂഷൻ ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെ വെപ്രാളാവുക എന്താണാവുക നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ മെറ്റീരിയലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ മുകളിൽ വരിക, ഏതാ ഈ ഒരു ക്രോമിൻ്റെ ഇപ്പോൾ ഈ മെറ്റീരിയലില്ലേ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫ്യൂസ്, ഗ്ലോസിനെസ്, റിഫ്ലക്റ്റിവിറ്റി എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. ഡിഫ്യൂസിൻ്റെ ആവശ്യം ഇപ്പം തൽക്കാലം ഇവിടെ ഇല്ല. ഒരു ചെറിയൊരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ്, കോൺക്രീറ്റ് അല്ല ചെറിയൊരു റിഫ്ലക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾ ആ സാറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഈ ഗ്ലോസിനെസ് കണ്ടോ, അപ്പോൾ ഈ ഒരു ഡിഫ്യൂസിൽ തൽക്കാലം ഒന്നും കൊടുക്കണില്ല. ഈ ഒരു ഗ്ലോസിനെസ്സിൽ ഞാനിവിടെ ഈ നണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ടെക്സ്ചർ വഴി ആ ഒരു ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള സലാർ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്ലോസിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇമേജ് ഫസ്റ്റ് ഇവിടെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, വന്നപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചോളുക, ഞാൻ ഈ ക്രോമിൻ്റെ മുകളിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതായത് ഈ ഒരു സലാർന്ന് എഴുതിയിട്ടുള്ള ലെയർ സെലക്ട് ചെയ്യുക. എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ UV മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് കണ്ടോ. ഈ UV മാപ്പിംഗ് UV ആയിട്ടാണ് നടക്കുന്നത്. UV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺറാപ്പ് ചെയ്ത ടെക്സ്ചർ കറക്റ്റ്, കാരണം എന്താ വെച്ചാൽ അൺറാപ്പ് 3Dയിലൊരു മെത്തേഡാണ്. നമുക്ക് ഇന്ന ഭാഗത്ത് ഇന്ന ടെക്സ്ചർ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് 3D തന്നെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു ഫയലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ. അപ്പോൾ ഇവിടെ UV മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ഇവിടെ ബോക്സ് പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ആ ടെക്സ്ചർ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ കാണുന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ടെക്സ്ചർ ഓഫാക്കിയിടാം. ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ കണ്ടോ നമുക്ക് ആ ഒരു ടെക്സ്ചർ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്, കാണാമല്ലോ. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും ഈ സലാറിൽ വന്നിട്ട് UV മാറ്റി ബോക്സ് പെർസ്പെക്റ്റീവ് ആക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ ക്രോമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സലാർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണാം. ഓക്കെ, ഇനി അടുത്തത് റിഫ്ലക്റ്റിവിറ്റി. ഈ റിഫ്ലക്റ്റിവിറ്റി കൊടുത്ത് ലോ ടെക്സ്ചർ കൊടുത്തു. അടുത്ത് ഞാനിവിടെ റിഫ്ലക്റ്റിവിറ്റീൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്ചറിലൊക്കെ എന്ത് സംഭവിക്കുന്നത്, ചെറിയൊരു ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കളർ വൈറ്റ് കളർ എന്നുള്ള സംഭവമല്ലേ. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ അത് റിഫ്ലക്ഷൻ അങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, അതായത് കുറച്ച് ഗ്രേയിൽ കുറച്ച് റിഫ്ലക്റ്റിവിറ്റി ഉണ്ടാവുള്ളൂ, നല്ല ഗ്രേയിൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ചില ഭാഗങ്ങളും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ റിഫ്ലക്റ്റ് ആവും, അങ്ങനത്തെ രീതിയിലേക്ക് ആ ടെക്സ്ചർ മാറി, മനസ്സിലാവേണ്ട. അപ്പം ഞാനിവിടെ ഗ്ലോസിനെസ്, റിഫ്ലക്റ്റിവിറ്റി. ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു റഫ്നെസ് ഫീൽ ചെയ്യണമല്ലേ, ചെറിയൊരു ഒരവര. ഇതിപ്പോൾ നല്ല പ്ലെയിൻ ആയിട്ടല്ലേ കിടക്കണം, നല്ല മിനുസത്തോടെ അല്ലേ കിടക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമൽ ബമ്പ് മാപ്പ്
അപ്പോൾ ഇവിടെ നോർമൽ ബമ്പ് എന്നുള്ള ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോർമൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കരകരാന്ന് പറഞ്ഞിരിക്കണം, കണ്ട ഓക്കെ അടിച്ചു. ഇത്രയും നമുക്ക് വേണ്ട, അത് ഭയങ്കര വൃത്തികേടാണ്. 100% ഒന്നും വേണ്ട, ഒരു 2 3 അല്ലെങ്കിൽ ഒരു 4 വരെ കണ്ട. അപ്പോൾ ചെറിയൊരു ഒരു 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 റഫ്നെസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഈ ടെക്സ്ചർ കുറച്ച് വലുതായി നിൽക്കുന്നതാണ്, അതുകൊണ്ടാണ് ഒന്ന് സ്കെയിലായി നിന്ന പോലെ. അപ്പോൾ അതിൻ്റെ ടൈലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 3 ടെക്സ്ചർ, ഗ്ലോസിനെസ്, റിഫ്ലക്റ്റിവിറ്റി, നോർമൽ ബമ്പ്, ഈ സാധനങ്ങൾ മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ഇനി സലാർ 2 മുകളിൽ ഇവിടെ വരിക, ഉള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ മെയിൻ ഭാഗത്ത് വരിക. ഞാനിവിടെ ബോക്സ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, നാവൊക്കെ ഇങ്ങനെ വഴയുണ്ടല്ലേ, അല്ല കുഴയുണ്ടല്ലേ, എന്ത് സംഭവം എന്നറിയോ? 1:15 സമയം നട്ടപ്പാര, അതുകൊണ്ടാണ് ഉറക്കൊക്കെ കയറുന്നുണ്ട്. എന്ത് ചെയ്താലും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഈ നേരമാവും ഇതൊക്കെ ചെയ്യാനായിട്ട്, അതാണ് പ്രശ്നം. നോക്കുക, അപ്പോൾ ഒന്നുമില്ല, ഇവിടെ UV മാപ്പിങ്, ബോക്സ് പെർസ്പെക്റ്റീവ്, ഇവിടെ റിപ്പീറ്റ് UV ഞാനൊരു 5 പ്രാവശ്യം അതിൻ്റെ റിപ്പീറ്റ് UV കൊടുക്കുന്നുണ്ട്. ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നമുക്ക് ആ ഒരു സീം കാണാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിങ്ങനെ കൂടിയത് നമുക്ക് ഇവിടെ കണ്ട ഇതിങ്ങനെ കാണാം. അപ്പോൾ അതല്ലാത്ത രീതിയിലൊക്കെ ടെക്സ്ചർ ഉണ്ടാക്കണമായിരുന്നു, വേണ്ട. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിഞ്ഞിരിക്കണം, കുഴപ്പമില്ല, ഒരു 3 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കി, റിപ്പീറ്റ് UV 5 3. ഈ ടെക്സ്ചർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ വേറെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈലിങ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ കണ്ട, അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൻ്റെ പ്രത്യേകത നോക്കി, കണ്ട, ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവിടെ ഇവിടെയും കുറച്ച് വെട്ടും കുത്തും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ടെക്സ്ചർ ക്ലിയറായി, ഏകദേശം അത് കഴിഞ്ഞു. അപ്പോൾ ആ സലാർ എന്നുള്ള ഡയറ്റിൽ ഞാൻ ഈ ക്രോമിൽ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഓക്കെ അടിച്ചു. ഓക്കെ, ഞാൻ പെട്ടെന്ന് വന്നില്ല എന്ന് വിചാരിച്ചു, വന്നില്ലേ നോക്കി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സലാർ എന്നുള്ള ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരിക. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ചെറിയൊരു ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, സലാർ എന്നുള്ള ആനിമേഷൻ എങ്ങനെ റൊട്ടേറ്റ് ആകണോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഈ ഗ്രൂപ്പ് 1 നിങ്ങൾ കണ്ടായിരുന്നോ? ഈ സീൻ സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ഗ്രൂപ്പ് ഫോൾഡർ 1ലാണ് കിടക്കണം. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളാം എന്താ സംഭവിക്കണം നോക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പ് 1-നകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിക്കിൾ ലുക്ക് കണ്ടോ? പാർട്ടിക്കിൾ ലുക്കിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള മൾട്ടി സബ് ഒബ്ജക്റ്റ് ഓൺ ആക്കിയിട്ട് ഇവിടെ ഈ വൈ വാല്യൂ, ഇപ്പോൾ ഇവിടെ എക്സ് ആണ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും തിരിയുക, ഇവിടെ സെഡ് ആണ് തിരിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും തിരിയുക. അപ്പോൾ നമുക്കിവിടെ വൈ തിരിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ തിരിയുക, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ തിരിയാണ്ട് SAL ഇങ്ങോട്ടും AR ഇങ്ങോട്ടും തിരിയണം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ കൈ കാണിച്ചത് എങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തിരിയണം, രണ്ടെണ്ണം അങ്ങോട്ടും കൂടെ ഓപ്പോസിറ്റായിട്ട് തിരിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ വേണ്ടൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈ സീൻ സെറ്റപ്പിൽ തന്നെ തിരിച്ച് കയറുക, എന്നിട്ട് ഇതിന് 2 ഗ്രൂപ്പാക്കുക. ഇത് സെലക്ട് ചെയ്ത് CTRL-D അടിച്ചു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് വന്നു. ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സാൽ എന്ന് പറഞ്ഞ പേര് കൊടുക്കുക, അത് സാൽ, ഇത് AAR. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഏകദേശം ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഒന്നുമില്ല, ഇത് സാല് ഗ്രൂപ്പ് 1-ൽ, ഇത് 6 നമുക്ക് ഗ്രൂപ്പ് 2-ലിടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ സാൽ എന്നുള്ള ഈ ഒരു ഭാഗത്തില്ലേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ 3 ലെറ്റർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഈ ലെറ്റേഴ്സിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ വ്യൂവിൽ ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെറ്റർ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും, കണ്ടോ? ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റിൽ നമുക്ക് എന്ത് മതി, സാല് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ഇവിടെ ഹൈഡ് ചെയ്ത് കളയാം. അതായത് ഇതും ബാക്കി ലെറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 1 2 3 ഈ SAL മാത്രമേ കാണുള്ളൂ ഈ ഗ്രൂപ്പിൽ. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഗ്രൂപ്പിൽ നമുക്ക് എല്ലാം ഉണ്ട്, അതിനകത്ത് വരിക. നമുക്ക് ഏത് ഒഴിവാക്കണം, ഈ ഫസ്റ്റത്തെ ഇത് 3 ഒഴിവാക്കണം. അപ്പോൾ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ? ഏകദേശം ആ ലോജിക്ക് കിട്ടില്ലേ? അപ്പോൾ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ SAL, ഇത് ഞെക്കിക്കഴിഞ്ഞാൽ AAR. ഇങ്ങനെ 2 ഫോൾഡറിലേക്ക് 2 ഗ്രൂപ്പാക്കി മാറ്റുക. അപ്പോൾ ഇത് 1 ഇത് 2 അങ്ങനെ മാറ്റി കഴിഞ്ഞ് ഓക്കെ അടിച്ച്, ഞാൻ പറയുന്നതുകൊണ്ട് അത്രയും ഇത് കേട്ടോ, പെട്ടെന്ന് ചെയ്യാവുന്നുള്ളത്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ മാറ്റങ്ങളൊന്നുമില്ല അല്ലേ, ഇവിടെ വരുമ്പോൾ സാധാരണ പോലെ തന്നെ കാണണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് 1-ൻ്റെ ഉള്ളിൽ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ മൾട്ടി ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ, ഈ വൈ നമുക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ കണ്ടോ, ആ SAL മാത്രമായിട്ട് ഇങ്ങനെ തിരിയും. ഗ്രൂപ്പ് 2-ൽ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ AAR മാത്രം തിരിയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൂടെ? ഇങ്ങനെയുണ്ട്, ഭയങ്കര ബുദ്ധിയല്ലേ? പെട്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ചെറിയൊരു ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആനിമേഷൻ കൊടുക്കാം, സിമ്പിളാണ്, കഴിയാറായി കേട്ടോ, ടെൻഷനൊന്നുമില്ല, പെട്ടെന്ന് തീരും. അപ്പോൾ ഞാൻ ഒരു 5-ാമത്തെ സെക്കൻഡ്, ഇവിടെ ഒരു 5-ാമത്തെ സെക്കൻഡിൽ വന്നപ്പോൾ ഇതിൻ്റെ വൈ ഞാൻ എങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം ഫസ്റ്റ്.
അപ്പോൾ ഏകദേശം ഇതാ ഇങ്ങനെ തിരിച്ച് ഒരു 75, ഒരു -75 എടുക്കട്ടെ, -75. അപ്പോൾ നേരെ ഇവിടെ ഇങ്ങനെ വന്ന് ഒരു 5ാമത്തെ സെക്കൻഡ്, ഇതാ 5ാമത്തെ സെക്കൻഡിൽ ഞാനിവിടെ ഒരു കീ ആഡ് ചെയ്തു. അതായത് ലാസ്റ്റ് നേരെ വന്ന് നിൽക്കുകയാണല്ലോ ചെയ്യണേ. അപ്പോൾ ഈ 5ാമത്തെ സെക്കൻഡിൽ ഇതിൻ്റെ വൈക്ക് ഞാനിവിടെ ഒരു കീ കൊടുത്തു. എന്നിട്ട് തുടക്കത്തിൽ വന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു -75, ഒരു -75 എടുത്ത് എൻ്റടിച്ച് പ്ലേ കൊടുക്കുമ്പോൾ കണ്ടോ ആ എൽ ഇങ്ങനെ തിരിഞ്ഞ് നേരെ കുറച്ച് റോഡുണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നേരെ വന്ന് നിൽക്കുന്ന പോലെ. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്ത് യു അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കീസ് അവിടെ കാണാം അല്ലേ, ഇവിടെ അങ്ങനെ കീസ് കാണാം. അപ്പോൾ ഇവിടെ എനിക്ക് ഫുള്ളായിട്ട് തിരിഞ്ഞ് നിൽക്കണ്ട, വേണമെങ്കിൽ കുറച്ച് ഒരു -5, ഒരു -10 കിടക്കട്ടെ. കണ്ടോ -10, അപ്പോൾ കുറച്ചൊന്ന് പെർസ്പെക്റ്റീവായിട്ട് നോട്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, അതിങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നു. ഓക്കെ, ഇതേ സ്ഥാനത്ത് അടുത്ത മറ്റേ ഗ്രൂപ്പ് 2-നകത്ത് വരിക, നേരെ അതിൻ്റെ പാർട്ടിക്കിൾ ലുക്കിനകത്ത് വരിക. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ മൾട്ടി ഒബ്ജക്റ്റ് ഉണ്ട്, അവിടെ ഇത് ഓണാക്കിയിടുക. എന്നിട്ട് ഇതിൻ്റെ മൾട്ടിക്കും ഇവിടെ ഒരു കീ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു കീ കൊടുത്തു, നേരെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ പോയിട്ട് 5ാമത്തെ സെക്കൻഡിൽ ഒരു കീ കൊടുത്തു, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ പോയിട്ട് നേരെ ഇപ്പുറത്തേക്ക് ഇരിക്കുക, അതായത് ഇങ്ങനെ തിരിക്കുക. അത് നേരത്തെ -75 കൊടുത്തു, അപ്പോൾ ഇവിടെ വെറും 75 കൊടുക്കുക. ഓക്കെ, പ്ലേ കൊടുക്കുമ്പോൾ കണ്ട ആ വേർഡ് 3 വേർഡ് ഇങ്ങോട്ടും 3 വേർഡ് ഇങ്ങോട്ടും എന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഈ 2 കീസും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് F9 അടിച്ചു കൊടുക്കാം, എന്ന് വെച്ചാൽ മെല്ലെ വന്ന് നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈറ്റ് ആനിമേഷൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലത്തെ ആനിമേഷൻ കിട്ടും. ഓക്കെ, ഇനി കുറച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്കതിനെ ഒന്നും കൂടെ ഒന്ന് പൊലിപ്പിച്ചെടുക്കണം അല്ലേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്, എന്തായാലും കുറച്ച് സ്ലോവിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കുക, നേരെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് പോയല്ലോ. അപ്പോൾ നേരെ ഇവിടെ റെൻഡർ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ആംബിയൻ്റ് ഒക്ലൂഷൻ, നേരെ ഞാൻ ഇവിടെ ഈ ഒരു ആംബിയൻ്റ് ഒക്ലൂഷനിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ കണ്ട കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ഈ ആംബിയൻ്റ് ഒക്ലൂഷൻ്റെ ഇൻറ്റൻസിറ്റി ഇത്തിരി കൂട്ടി. അപ്പോൾ നമുക്ക് കുറച്ച് ഷെയ്ഡ് സൈഡിൽ കൂടെ കുറച്ച് ഷെയ്ഡൊക്കെ ഇങ്ങനെ കയറിക്കോളും. ഓക്കെ, കുറച്ച് ഷാഡോസൊക്കെ രീതിയിൽ കൊടുത്തു. ഇതിൻ്റെ റേഡിയസ് ഷാഡോൻ്റെ റേഡിയസ് ഒരു 0.5. അപ്പോൾ കണ്ട നമ്മുടെ ഈ ഒരു കട്ടൊക്കെ കുറച്ചും കൂടെ വിസിബിൾ ആയിക്കോളും. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കി ആ ഷാഡോ വന്നപ്പോഴുള്ള വ്യത്യാസം കണ്ട, ആംബിയൻ്റ് ഒക്ലൂഷൻ കൊടുത്തപ്പോഴൊരു മാറ്റം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത് ഓഫാക്കിയിട്ട് നോക്കി, കണ്ട ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി 2 ലൈറ്റ് വെക്കുകയാണ് ഞാൻ, ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്ന് 2 ലൈറ്റായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. Ctrl-Alt-Shift-L, അല്ലെങ്കിൽ ഇവിടെ റൈറ്റിൽ കൊടുത്താൽ ലൈറ്റ് ഉണ്ട്. നേരെ ഇവിടെ റൈറ്റിൽ കൊടുക്കുക, ന്യൂവിൽ ലൈറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ പാരലൽ ലൈറ്റാണ് കൊടുക്കണം, പാരലൽ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഒരു ഇൻറ്റൻസിറ്റി ഒരു 100 നടക്കട്ടെ. ഓക്കെ, അടിച്ചു, ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്, കാണാമല്ലോ. ഇവിടെ വ്യൂ 1 മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, 4 വ്യൂ കൊടുക്കണം കേട്ടോ. 4 വ്യൂവിൽ നമുക്കിവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് നേരെ കിടക്കണം. നേരെയല്ല, ആ 2 സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന പോലെ ഞാൻ ഇതിനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ചും കൂടെ മാറ്റി വയ്ക്കാം. ഈ പാരലൈറ്റിൻ്റെ പ്രത്യേകത ഉണ്ട്, എവിടെ നിൽക്കണമെന്നല്ല ഏത് ആംഗിളിലേക്ക് നിൽക്കണം എന്നുള്ളതാണ് പ്രത്യേകത. കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലെ. അപ്പോൾ നോക്കി ഈ സൈഡിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചു. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഷാഡോയും കൂടെ ഓണാക്കിയിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ ഒരു ലെറ്ററിൻ്റെ മറവ് വേറൊരു ഷാഡോ ഇങ്ങനെ കാണുന്ന പോലത്തെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക, ക്യാഷ് ഷാഡോ ഓണാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതായത് ഈ ഒരു ലൈറ്റിൻ്റെ കണ്ടോ ക്യാഷ് ഷാഡോ ജസ്റ്റ് ഓണാക്കിയിട്ട് ഓക്കെ അടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഒരു കാര്യം, ഈ ഷാഡോ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എലമെൻറ്റ് 3 കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എലമെൻറ്റിൽ വരിക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷാഡോസ് ഉണ്ട്, ഇവിടെ മുകളിൽ ഷാഡോസ് ഉണ്ടോ, ഈ ഷാഡോസിൽ വരിക. ഇതിൽ ഈ ഷാഡോ ഇവിടെ എനേബിൾ ആയി എന്നാൽ മാത്രമേ എന്ത് വന്നിട്ടുണ്ടാവുള്ളൂ, ഇതിൽ ഷാഡോ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഷാഡോ കാണില്ല അല്ലേ. ഷാഡോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ് ഒന്ന് അങ്ങോട്ട് കൂടെ ഒന്ന് മാറ്റി വയ്ക്കി നോക്കി. അപ്പോൾ കട ടോപ്പിൽ വന്ന് ലൈറ്റ് ഞാൻ അവിടെ കൊണ്ടുവച്ചോ, നേരെ കട നമുക്ക് ആ ഷാഡോ ഓൺ ആക്കി ഇട്ടുകൊണ്ടാണ് നമുക്ക് ഈ ഷാഡോ ഈ രീതിയിലൂടെ വന്നിട്ടുള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ വയ്ക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴേക്ക് അതിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ രീതിയിൽ നമുക്ക് ഇവിടെ ലൈറ്റും ഷാഡോയും കാണാം. ഈ ഷാഡോൻ്റെ എഡ്ജസ് നമുക്ക് കുറച്ചൊന്ന് ഫെദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ബ്ലർ റേഡിയസ് കുറച്ചും കൂടെ ഒന്ന് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല, ഇവിടെ നമുക്ക് ഈ രീതിയിൽ ബ്ലർ ചെയ്ത് കൊടുക്കാം. മനസ്സിലാവണില്ലേ? ആ ലൈറ്റ് അതേപടി അവിടുന്ന് ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ലൈറ്റിൻ്റെ തന്നെ സെയിം ഒരു കോപ്പി, എനിക്ക് തോന്നുന്നു ഇത്ര വെളിച്ചം വേണ്ട, നമുക്ക് ഒരു 50-60 കൊടുക്കാം, ഒരു 60 അത് മതി.
ചെറിയൊരു ഷാഡോ ഇവിടെ കാണുന്നുണ്ട് മതി. കൺട്രോൾ ഡി അടിച്ച് ഒരു കോപ്പിയും കൂടെ എടുത്തു. ആ ലൈറ്റ് എടുത്ത് ഞാൻ ഈ നേരെ ഇപ്പുറത്തെ സൈഡിലിട്ടു. ഞാൻ പറഞ്ഞ ഏത് സൈഡിൽ നിന്നുള്ളതല്ല, ഈ ആംഗിൾ. അപ്പോൾ ഇവിടെ നോക്കുക, കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. കണ്ടു നമുക്ക് ഇങ്ങനെ ആറിൻ്റെ ഭാഗത്തൊക്കെ അവിടെ ഒരു ഷാഡോയും കൂടെ കയറി, ഈ എൻ്റെ ഷാഡോയൊക്കെ ഇപ്പുറത്ത് ഈ ആറിലേക്കും കൂടെ കയറിയിട്ടുണ്ട്. മനസ്സിലാവണ്ട? ഓക്കെ. അപ്പം രണ്ട് സൈഡിലും ഓരോ ലൈറ്റും കൂടെ വെച്ചപ്പോൾ ഈ രീതിയിൽ സാധനം കട്ടിയിട്ടുണ്ട്. കണ്ട അങ്ങനെ സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശമായി അല്ലേ? ഇനിയിപ്പം നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ടെക്സ്ചർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒരു കർവ് അഡ്ജസ്റ്റോ എന്തെങ്കിലും ഒന്ന് കർവ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ഇത്രയും ചെയ്താൽ തന്നെ ഏകദേശം സലാർ എന്നുള്ള ടൈറ്റിൽ ആനിമേഷൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകൾക്കുള്ള കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഞാനൊരു യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ഈ എലമെൻറ്റിനകത്ത് ഞാൻ FX കൺട്രോൾസിൽ വന്ന് കർവ് കൊടുക്കുക. ജസ്റ്റ് കർവ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ കർവ് വന്നിട്ടുണ്ട്. ഒന്ന് നല്ലോണം അങ്ങോട്ട് താഴ്ത്തുക. ഓക്കെ, നല്ല താഴ്ത്തുക. വേണമെങ്കിൽ ഇവിടെ കുറച്ചൊന്ന് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആ ടെക്സ്ചറൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി കർവ് കൊടുത്തപ്പോഴുള്ള മാറ്റം കണ്ടോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട എന്നാലും ഓക്കെ. ഇപ്പോൾ കർവ് ഓഫായപ്പോൾ കണ്ട. അപ്പോൾ ആ ഒരു കുറച്ചും കൂടി ഒന്ന് ഡാർക്കായപ്പോഴാണ് ആ സലാറ് ഇതിൻ്റെ ഫീൽഡിലേക്ക് വന്നത്. മനസ്സിലായി? ലൈറ്റ് ഞാൻ കുറച്ചും കൂടെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. 50 മതി. 50 കുറയ്ക്കണോ? ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു ലൈറ്റ് ഉണ്ട്. അതായത് ഈ റെൻഡർ സെറ്റിങ്സ് തന്നെ ലൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കണ്ടോ. ഇവിടെ ഈ നണ്ണ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, നേരെ ഇവിടെ ജസ്റ്റ് സിംഗിൾ ലൈറ്റ് കൊടുത്തു വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു ലൈറ്റിന് ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ? കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ ലൈറ്റിൻ്റെ ഉദ്ദേശം കാണിച്ചു തരാം. ഈ ലൈറ്റ് ഞാനിവിടെ വല്ല സിനിമ എന്നുള്ള ലൈറ്റ് കൊടുത്തു വിചാരിച്ചു. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. കണ്ട ഇവിടുന്ന് ഒരു ബ്ലൂ ലൈറ്റും അവിടുന്ന് ഒരു കണ്ട അങ്ങനത്തെ ഒരു വാം ലൈറ്റും അടിച്ചിട്ടുള്ളൊരു ഫീല്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാറിൻ്റെ ഇതിൽ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഭാവിയിൽ വേറൊരു ടൈൽ ആനിമേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊളി ഫീലല്ലേ. സിനിമ മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ ഡ്രാമാറ്റിക് കൊടുത്തു നോക്കി കണ്ട വേറൊരു സ്റ്റൈല്. അങ്ങനെ പല സ്റ്റൈല്. സ്പോട്ട് ബ്ലൂ എന്ന് പറഞ്ഞ സ്റ്റൈല്. എവിടെ ബ്ലൂ ഇതിനകത്തില്ല, അക്വയിലുണ്ടാവും ബ്ലൂ. കണ്ട അക്വ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലൂ സ്റ്റൈല്. അങ്ങനെയൊക്കെ നമുക്ക് ലൈറ്റ് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും കട്ടി കാണാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു കർവും കൂടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ബ്ലൂ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ആ കർവും കൂടെ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ എടുത്ത് കാണുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് അക്വൊക്കെ മാറ്റിയിട്ട് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റൈലൈസ്ഡാണ് പറഞ്ഞിട്ട്. സ്റ്റൈലൈസ്ഡാണ് എന്താ ചെറിയൊരു ലൈറ്റ് ഫീൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എഡ്ജസിലൊക്കെ ചെറിയ മാറ്റമുണ്ട്. മറ്റേ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പം കാണിച്ചിട്ടുള്ള സലാറിൻ്റെ ടൈൽ ആനിമേഷനായി. കണ്ടോ ആ ഒരു സ്റ്റൈലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് ഞാൻ അഡീഷണലായിട്ട് കുറച്ച് പുക, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. കുറച്ച് പുകയൊക്കെ യൂട്യൂബിൽ തന്നെ എടുത്തിട്ടുള്ളത്. ശരിക്കും നല്ല കിടിലൻ പൊടികളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ പർച്ചേസിനാണ്. ഞാനൊന്ന് പർച്ചേസ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് കാണിക്കാം, ഓരോന്ന് എങ്ങനെ കൊണ്ട് വെച്ചതുള്ളത് ഒന്ന് ഓടിച്ച് കാണിക്കാം. അതാ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫയൽ ഒന്ന് പ്ലേ കൊടുത്ത് നോക്കി. ഇതാ ഇവിടുന്ന് കണ്ടോ കുറച്ച് പൊടി ഇങ്ങനെ താഴേക്ക് വീഴുന്ന പോലത്തെ ഒരു ഫീൽ അല്ലേ. അതേപോലെ ഇപ്പുറത്തെ ഇതിൻ്റെ ഈ ആറിൻ്റെയും എയിൻ്റെയൊക്കെ ബാക്കിൽ എന്തോ ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട്. ഒന്നുമില്ല, നോർമൽ വീഡിയോസാണ്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇവിടെ പ്ലേ കൊടുത്ത് കാണിക്കുമ്പോൾ നോക്കി കണ്ട മോളിൽ നിന്ന് ഇങ്ങനെ പൊടി താഴേക്ക് വീണ പോലെ, അതേപോലെ ഇവിടെ ഇങ്ങനൊരു പുക വീണ പോലെ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണു, ഈ ഏടെ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പൊടി. അപ്പോൾ കുറേ പൊടികളുണ്ട് അതിനകത്ത്. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഏരിയ മാത്രമായിട്ട് മാസ്ക് ചെയ്തിട്ട് അതിനൊന്ന് ബ്ലെൻഡിങ് ഓപ്ഷൻ സ്ക്രീൻ കൊടുത്ത് കഴിഞ്ഞാൽ അറിയില്ല എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക. കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് ആ പൊടി മാത്രമായിട്ട് അവിടെ കാണാം. അത് കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു പുക ഇത് ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മാസ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് മാസ്ക് ഒന്നും ചെയ്യാൻ ഇപ്പം ഈ 2 മാസ്ക് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ കറക്കി തിരിച്ച് വെച്ചിരിക്കുക കേട്ടോ. ജസ്റ്റ് അതിൻ്റെ കളർ വേറെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ FX കൺട്രോൾസിൽ ജസ്റ്റ് ഒന്ന് കർവ് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഇങ്ങനെ എന്തൊരു കളറായിരുന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റും കൊടുത്തു, കുറച്ച് കർവും കൂടെ കൊടുത്ത് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെരിച്ച് വെച്ച് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് എന്ത് ചെയ്യണോ, ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്ത് ഒന്ന് ഫെദർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫെദർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് എല്ലാ ഈ എയുടെയും എസിൻ്റെ ഒക്കെ ബാക്കിലൊക്കെ ഓരോരോ
ഫോഗ് പോലെ അല്ലെങ്കിൽ ആ സ്മോക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല, ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഫോഗും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സലാർ ആനിമേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കണോ. ഈ ലാസ്റ്റത്തെ സാധനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലെങ്ത്ത് നോക്കിയിട്ട് ചിലർ കാണാം. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇത്ര ലെങ്ത് ആകുമ്പോൾ ചിലപ്പോൾ കണ്ടോണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ക്ലിയർ ആയിട്ടില്ലേ? യെസ്, എന്ത് തോന്നുന്നു, സിമ്പിളല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഈ ഔട്ട്രോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂട്ടോറിയൽ ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഔട്ട്രോ ചെയ്യണം. കാരണം അവർ മാത്രമേ ഇത് കാണുള്ളൂ, അല്ലേ? അബദ്ധത്തിൽ കണ്ടവരൊക്കെ ഉണ്ടോ? അങ്ങനെ ഇത് കണ്ട് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, ഇവിടം വരെ എത്തിയിട്ടുള്ളവരും ഒന്ന് സ്പെഷ്യലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്നൊന്ന് പ്രസ് ചെയ്തോളുക. കൂടെ നിന്നാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവിന്ദ്. താങ്ക് യു.